പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും എല്ലാവിധ കുരുക്കുകള്, ബാധകള്, രോഗങ്ങള്, തിന്മകള് കർത്താവായ യേശുവിൻ്റെ നാമം കൊണ്ട് ഇന്ന് ബഹിഷ്കരിക്കുന്ന ദിവസമാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അച്ഛനോടൊപ്പം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ രണ്ടാം ദിവസത്തില് എന്റെ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പുതിയ ആത്മാവിനെ, പുതിയ ശക്തിയെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നൽകണമേ. ഒരു തീ അഭിഷേകം ഈ കാലഘട്ടത്തിന് ആവശ്യമായ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ജെറമിയായെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ജെറമിയായെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പത്രോസിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പൗലോസിനെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഈശോയെ, ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈശോയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ തീ പാറട്ടെ, തീ പാറട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. സ്വർഗം തുറക്കപ്പെടട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ. കണ്ണുനീരോടെ, എളിമയോടെ, വിനയത്തോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധം ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഭവനങ്ങളിലേക്ക് ലഭിക്കുന്ന ദിവസമാണ്. ഈ കൺവെൻഷന്റെ രണ്ടാം ദിവസം ഈ നേരങ്ങളിലെല്ലാം അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ കെട്ടുകളെയും, അത് കൂടോത്രങ്ങളുടെ ആകട്ടെ, മന്ത്രവാദങ്ങളുടെ ആകട്ടെ, ആഭിചാരങ്ങളുടെ ആകട്ടെ, പകർച്ചവ്യാധികളുടെ ആകട്ടെ, എന്തു തന്നെയാണെങ്കിലും കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് അച്ഛൻ്റെ പൗരോഹിത്യം സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഷെക്കാന മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിറങ്ങി വരും. സ്വർഗത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആവസിക്കും. എലീശ പ്രവാചകന് ഇരട്ടി അഭിഷേകം കൊടുത്തതുപോലെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മകൻ്റെ മേൽ, മകളുടെ മേൽ ദൈവത്തിൻ്റെ ഇരട്ടി അഭിഷേകം ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധിക്കുന്നവരെന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വലതുകരം നെഞ്ചോട് ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാ കെട്ടുകൾ, അത് ശാപത്തിൻ്റെ ആകട്ടെ, പാപത്തിൻ്റെ ആകട്ടെ, മരണങ്ങളുടെ ആകട്ടെ, കലഹത്തിൻ്റെതാകട്ടെ, ഉയർച്ചയില്ലാത്ത അവസ്ഥകളുടെ ആകട്ടെ, കർത്താവായ യേശുവിൻ്റെ ശക്തി വന്ന് ആവസിക്കുകയും വന്ന് നിറയുകയും നമ്മുടെ എല്ലാ കെട്ടുകൾ ഇന്ന് അഴിക്കപ്പെടുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ കടബാധ്യതകൾ വിട്ടുപോകട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ രോഗപീഠകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ ശാപത്തിന്റെ കെട്ടുകൾ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ തൊഴിലില്ലായ്മ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഭവനമില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ പറമ്പില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ കടബാധ്യതകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ സ്ഥല വിൽപ്പനകളുടെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ബിസിനസിന്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ കർത്താവേ, എല്ലാ തിന്മകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ വിശ്വാസമില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ മക്കളെ, എല്ലാവരും സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ യൂട്യൂബിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ ടെലിവിഷനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഷെക്കാന മിനിസ്ട്രിയോട് ചേർന്ന് നിന്നുകൊണ്ട് വലത് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപകള്, വരങ്ങള്, ദാനങ്ങൾ, അഭിഷേകങ്ങള്, ഡെലിവറൻസുകള്, രോഗശാന്തികൾ ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. പനി വിട്ടുമാറട്ടെ. തലവേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്വാസം മുട്ടൽ വിട്ടുമാറട്ടെ. തുമ്മല് വിട്ടുമാറട്ടെ. അലർജി രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ബാധകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. നിരാശയുടെ ബാധകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. വെറുപ്പിന്റെ ബാധകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. കലഹത്തിന്റെ ബാധകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. സ്തുതിച്ചോ 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 മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ. വിളിച്ചു 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 സ്തുതിച്ചോ, വിളിച്ചു സ്തുതിച്ചോ. എല്ലാ കെട്ടുകൾ അടിയട്ടെ. രോഗപീഠകള് കർത്താവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ക്യാൻസർ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് അവരെ ഇപ്പോൾ ബലപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവിന്റെ വലിയ അഭിഷേകം അവർക്ക് ലഭിച്ചുകൊണ്ട് രോഗപീഠകളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. രക്തസ്രാവ രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരികയും യേശുനാമത്തിന്റെ ശക്തിയാൽ രക്തസ്രാവമുള്ള രോഗികൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആദിമ കത്തോലിക്ക സഭയെ ബലപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവ്, അതേ ശക്തി, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഇപ്പോൾ ദാഹത്തോടെ നിലവിളിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച മക്കളെ, ശക്തി പകർന്നിടണേ. എല്ലാ കുടുംബങ്ങളുടെ മേൽ ശക്തി ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവേ, ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഈ ഒരു കാലഘട്ടത്തില് ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ആവശ്യമാണ് ഞങ്ങൾക്ക്. പരിശുദ്ധാത്മാവേ, എല്ലാ ദുർമരണങ്ങളും ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ശക്തി പകർന്നിടണേ. പകർച്ചവ്യാധികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പകർച്ചവ്യാധികളെ ബഹിഷ്കരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, കൊറോണ വൈറസിനെ ബഹിഷ്കരിക്കണമേ. ശക്തി പകർന്നിടണേ. ദൈവാത്മാവിന്റെ ശക്തി എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പത്രോസിന് ലഭിച്ചതുപോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ഒരു പുതിയ പെന്തക്കോസ്ത തരണേ. ആദിയിലെന്ന പോൽ ആത്മാവേ, അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ,
ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ രോഗികളുടെ മേൽ, ഒറ്റപ്പെട്ടു പോയവരുടെ മേൽ ശക്തി പകർന്നിടണേ. കടബാധിതകളെ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ, കർത്താവേ, കല്യാണ തടസ്സങ്ങളുള്ള മക്കളുടെ മേൽ ശക്തി പകർന്നിടണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഞങ്ങളുടെ ഞരമ്പുകളുടെ മേൽ, ഞങ്ങളുടെ എല്ലുകളുടെ മേൽ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ശ്വാസകോശങ്ങളുടെ മേൽ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അഗ്നി അഭിഷേകം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ എല്ലാ വരങ്ങളും ലഭിക്കട്ടെ. വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ വിൺമഴയെ വീണ്ടും അയക്കണമേ. എല്ലാ കുടുംബങ്ങളുടെ മേൽ ഈശോയെ, നിഞ്ചനമുണർന്നിടുവാൻ ഈശോയെ, ആഗോള കത്തോലിക്ക സഭ ഉണരട്ടെ. വിൺമഴയെ വീണ്ടും അയക്കണമേ. മാനവകുലം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. ജനമുണർന്നിടുവാൻ യേശുവേ, കരങ്ങൾ ഉയർത്തി പാടിക്കേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. മാനവകുലം മുഴുവൻ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. എല്ലാ മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം ലഭിക്കട്ടെ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പഴക്കമുള്ള കെട്ടുകൾ വരെ ബഹിഷ്കരിക്കപ്പെടട്ടെ. കടബാധിതകളുടെ എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. പൂർവീകരിലൂടെ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും കൃപയില്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. സകല വിശുദ്ധരോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന് റുഹായെ വിളിക്കുന്നു. സകല മാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന്, അന്തോനീസ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന്, അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിനോട് ചേർന്ന്, പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന്, താസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന്, വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോട് ചേർന്ന് എല്ലാവരും സ്തുതിക്കുന്നു. റുഹായി വിളിച്ച് സ്തുതിക്കുന്നു. വിശുദ്ധ മിഖേൽ മാലാഖയോട് ചേർന്ന്, വിശുദ്ധ ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന്, റഫേൽ മാലാഖയോട് ചേർന്ന് യേശുവേ വിളിക്കുന്നു, വിളിക്കുന്നു, വിളിക്കുന്നു. റുഹായെ വിളിക്കുന്നു. എല്ലാ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ, എല്ലാ സാത്താൻ കോട്ടകളെല്ലാം തകർക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ കൃപകളുടെ കോട്ട എല്ലാ മനുഷ്യരുടെ മേൽ ഇറങ്ങി വരട്ടെ. നമ്മളെ ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധികള് ഈ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഡോക്ടർമാരുടെ മേൽ, എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ, വാക്സിൻ കണ്ടുപിടിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ ലബോറട്ടറികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വരുന്നു. ജ്ഞാനത്തിന്റെ അറിവിന്റെ കൃപകൾ ഇപ്പോൾ കൊടുക്കുന്നു. റിഹാ ബാബ, റിഹാ ബാബ, റിഹാ ബാബ, റിഹാ ബാബ. ആമേൻ. പറഞ്ഞ എല്ലാ മക്കളും പറഞ്ഞേ ആമേൻ. ആമേൻ. എല്ലാ മക്കളും പറഞ്ഞേ ആമേൻ. ആമേൻ. ഇത്തിരി സന്തോഷത്തോടെ പറഞ്ഞേ ആമേൻ. ആമേൻ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. ആമേൻ. ആരെങ്കിലും നിങ്ങളുടെ ചുറ്റും അടുത്തുണ്ടെങ്കിൽ അവരെ നോക്കി പറഞ്ഞേ ആമേൻ. ആമേൻ. അങ്ങനെ ആമേൻ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ അടുത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോ നല്ലൊരു പ്രേരണ നൽകിയാണ്. ലോകം മുഴുവനുമുള്ള എല്ലാ രാജ്യങ്ങളും ഈ കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഡോക്ടർമാർ, അതുപോലെ നമ്മുടെ അധികാരികൾ, ഭരണാധികാരികൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സാധിക്കുന്ന എല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോകം മുഴുവനുമുള്ള മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഈ എല്ലാ ലബോറട്ടറികളെയും, എല്ലാ പരീക്ഷണശാലകളെയും കർത്താവായ യേശുവിന്റെ അധികാരത്താൽ ഇപ്പോൾ വെഞ്ചരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ, എല്ലാ ഡോക്ടർമാരുടെ മേൽ, വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, അറിവിന്റെ ആത്മാവിനെ കൊടുത്ത് അവരെ ഇപ്പോൾ ബലപ്പെടുത്തട്ടെ. ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവ് എല്ലാവരും വിളിക്കട്ടെ മക്കൾ, എല്ലാവരും വിളിച്ചോ. പരിശുദ്ധാത്മാവ് എല്ലാ ലബോറട്ടറികൾ ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ, എല്ലാ ഭരണാധികാരികളുടെ മേൽ, എല്ലാ ഡോക്ടർമാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് ബലം കൊടുത്തുകൊണ്ട് മാരക രോഗത്തെ ബഹിഷ്കരിക്കാനുള്ള, വാക്സിൻ കണ്ടുപിടിക്കാനുള്ള വലിയ കൃപ കൊടുത്തിപ്പോൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അനവധി പേര് ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട്. അവരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവരുടെ റൂമിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പലരും ഈ രോഗബാധ മൂലം, മാരകമായ രോഗബാധ മൂലം ആവശ്യത്തിന് മരുന്ന് കിട്ടാത്തവരുണ്ട്, ആവശ്യത്തിന് ശുശ്രൂഷ കിട്ടാത്തവരുണ്ട്, ഭക്ഷണം കിട്ടാത്തവരുണ്ട്. ആ മക്കളെല്ലാവരെ സമർപ്പിച്ചുകൊണ്ട് ഈ രണ്ടാം ദിനത്തിലെ നമ്മുടെ കൺവെൻഷന്റെ വലിയ അഭിഷേകത്തിന്റെ ശക്തി ലോകം മുഴുവനും മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ, അവരുടെ റൂമുകളിലേക്ക്, അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ കടന്നു ചെല്ലട്ടെ. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം ലഭിക്കാൻ, ധൈര്യത്തിന്റെ ആത്മാവിനെ ലഭിക്കാൻ, പ്രതീക്ഷയുടെ ആത്മാവിനെ ലഭിക്കാൻ, സുവിശേഷത്തിന്റെ ആത്മാവിനെ ലഭിക്കാൻ എല്ലാവരും ചേർന്ന് ഒറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, നിറയട്ടെ, അവരുടെ മേലെല്ലാം നിറയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവേ, അവരുടെ മേൽ സ്വർഗം തുറക്കപ്പെടട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. റിയ ബാബ. ഇന്ന് വലിയൊരു അഭിഷേകം ലഭിക്കുന്നത് ഗർഭിണികളായ സഹോദരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അനവധി സ്ഥലത്ത് നല്ല ആശുപത്രി പോകാൻ പറ്റാതെ വേദനിക്കുന്ന ഒരുപാട് പേരുടെ നിലവിളികൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വലിയൊരു അഭിഷേകം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുക. ഈ വചനം കേൾക്കുന്ന ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ കരങ്ങൾ അവരുടെ വയറിനോട് ചേർത്ത് വെച്ച് ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിനെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാൻ, നവീകരിക്കപ്പെടാൻ. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും ഗർഭിണികളായ എല്ലാ സഹോദരിമാരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ഇറങ്ങി വരുവാൻ എല്ലാവരും ചേർന്ന് ഒറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിച്ച മക്കളെ ഇപ്പോൾ വിശുദ്ധീകരിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, അവരുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ മക്കളുടെ ഗർഭപാത്രങ്ങളെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം പേരുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ തന്നെ ഒരു 25ഓളം ദമ്പതികളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന വലിയൊരു അഭിഷേകം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ ബാബ, റിയ ബാബ, റിയ ബാബ, റിയ ബാബ. യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരെ, വിദേശത്തേക്ക് പോകാൻ പണമൊക്കെ കൊടുത്ത് വിസയ്ക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവര്, ഈ പകർച്ചവ്യാധി മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്,
വിദേശത്തൊക്കെ പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അപ്പം അവരുടെ മേൽ വന്നിരിക്കുന്ന വലിയ തടസ്സങ്ങൾ, ഈ പകർച്ചവ്യാധി, ഈ രോഗങ്ങൾ, ഈ കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതെല്ലാം വിട്ടുമാറി വിദേശങ്ങളിലേക്കുള്ള യാത്രകളും വിദേശങ്ങളിലുള്ള തൊഴിൽ മേഖലകളെല്ലാം തുറക്കപ്പെടുന്നതിനും വിദേശങ്ങളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ മേൽ ഇപ്പോൾ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ദൈവാത്മാവിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി, വിദേശങ്ങളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവര്, വിദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കള്, അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ ലഭിക്കട്ടെ. ഒത്തിരി തൊഴിൽ സ്ഥാപനങ്ങൾ പ്രാർത്ഥന വേണ്ട ഇപ്പോഴീ ഒരു കാലഘട്ടത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒത്തിരി മക്കളുടെ കണ്ണുനീര് കർത്താവ് കാണിച്ചു തരിക. തുണിക്കടകൾ, പലചരക്ക് കടകൾ, മറ്റ് സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ, ഇങ്ങനെ പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിച്ച് അവരിപ്പോഴീ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്. ഒരുപാട് പണം അവർ ഇടുകയുണ്ടായി. ഇപ്പോഴൊന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ബസ് ജീവനക്കാർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ബിസിനസ്സിൻ്റെ മേഖലകളിലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാനായിട്ട് അവിടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച കർത്താവിനോട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ അകൃത്യങ്ങളായിരിക്കാം, നമ്മുടെ സ്വാർത്ഥതയായിരിക്കാം, നമ്മുടെ തലക്കനമായിരിക്കാം, ബാബേൽ ഗോപുരം പണിതുയർത്തപ്പോഴുള്ള അവരുടെ മനോഭാവങ്ങളായിരിക്കാം ഈ തടസ്സങ്ങൾക്ക് കാരണം. ആ തടസ്സങ്ങളെല്ലാം ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടുന്നതിന് എല്ലാവരും ഒന്ന് ചേർന്നൊരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരട്ടെ. എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളുടെ മേൽ, എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളുടെ മേൽ, എല്ലാ ബിസിനസിന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നുകൊണ്ട് കടബാധ്യതകളെ നട്ടം തിരിഞ്ഞ് ഇംഗമില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വലിയ അഭിഷേകം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിക്കപ്പെടുന്നു, അവരുടെ ബാധകൾ ഒഴിഞ്ഞു പോകുന്നു, അവരുടെ നിരാശ വിട്ടുമാറുന്നു, വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. ആമേൻ, ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ഒരു കരങ്ങൾ അടിച്ചുകൊണ്ട്, ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല ഒരു ഗാനം ആലപിച്ച് എല്ലാവരും തീഷ്ണതയോടെ ഈ ഗാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്നും പ്രാപിക്കാം, വിടുതൽ ഇന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം.
കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ ഷെക്കേന ടെലിവിഷൻ ചാനലിനോട് ചേർന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, വലിയൊരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവേ, വലിയൊരു വിമോചനം ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവേ. കർത്താവേ, ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകളെല്ലാം ഇപ്പോൾ തന്നെ തകർക്കപ്പെടട്ടെ കർത്താവേ. ഞങ്ങൾക്ക് നിരാശ തരുന്ന, ഞങ്ങൾക്ക് സങ്കടം തരുന്ന, ഞങ്ങൾക്ക് ദോഷം വരുത്തുന്ന എല്ലാ തിന്മകൾ ഇപ്പോൾ ഈശോ എടുത്തു മാറ്റട്ടെ. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ നിന്നും പ്രാപിക്കാം, വിടുതൽ നിന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ നിന്നും പ്രാപിക്കാം, വിടുതൽ നിന്നും പ്രാപിക്കാം, വിടുതൽ നിന്നും പ്രാപിക്കാം. വിടുതൽ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും യേശു നാമത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അത്ഭുതം നടക്കട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, തിന്മകളെല്ലാം അഴിയട്ടെ. യേശുവേ, 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 യേശുവേ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. എല്ലാവരും ശാന്തമായിട്ടിരുന്ന് നമ്മൾക്ക് ഈ വചന പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇന്നലെ പറയുകയുണ്ടായി, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ മേലുള്ള എല്ലാ കുരുക്കുകൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന പകർച്ചവ്യാധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കലഹങ്ങൾ, നിരാശ, മാനസിക രോഗങ്ങൾ, അപകടം പതിയിരിക്കുന്നിടത്തേക്കുള്ള എടുത്തുചാട്ടങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ, മക്കളെ ഓർത്തുള്ള വിഷമതകൾ, അതുപോലെ സ്ഥലക്കച്ചവട തടസ്സങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ, ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ, പല വിധത്തിലുള്ള ദോഷങ്ങൾ, ഇതെല്ലാം നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുകയാണ്. ഈ കുരുക്കുകൾ, ഈ ഊരാക്കുടുകൾ, അതായത് പ്രാർത്ഥിച്ചിട്ടും 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 വിട്ടുമാറാത്ത കുരുക്കുകൾ, എന്ത് ചെയ്തിട്ടും ഉയർച്ച കിട്ടാത്ത അവസ്ഥകൾ, ഇതെല്ലാം കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ കുരുക്കുകൾ ഇന്ന് അഴിക്കപ്പെടണം. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്ന് വലത് കര ഉയർത്തി ഒരൊറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, ആമേൻ. എല്ലാവരും ചേർന്ന് ദൈവത്തെ ഒന്ന് വിളിച്ച് എല്ലാവരും ഒരിക്കൽ കൂടി അച്ഛനോട് ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ കർത്താവേ.
ഇന്ന് രക്ഷ ലഭിക്കട്ടെ കർത്താവേ, ഇന്ന് അഭിഷേകം ലഭിക്കട്ടെ കർത്താവേ, ഇന്ന് ശക്തി ലഭിക്കട്ടെ കർത്താവേ. ഞങ്ങളിലുള്ള കറകളും പാപക്കെട്ടുകളും ശാപക്കെട്ടുകളും മരണക്കെട്ടുകളുമെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഇരുട്ട്, ദോഷങ്ങൾ, കടങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊരു തരം പാമ്പിനെ പോലെയാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. അത് ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് വന്ന് വളരെയധികം ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അദ്ദേഹം ഇങ്ങനെ വാ പിളർന്ന് കിടന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഈ തക്കം നോക്കി ഒരു കുഞ്ഞു സർപ്പം ഇയാളുടെ വായുടെ ഉള്ളിലേക്ക് കയറി നേരെ വയറ്റിലേക്ക് ചെന്നു. ഇയാൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആകെ അസ്വസ്ഥതയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരിക്കുമ്പോൾ തോന്നുന്നു നടക്കണമെന്ന്, നടക്കുമ്പോൾ തോന്നുന്നു ഇരിക്കണമെന്ന്, അങ്ങനെ ആകെ ഞെരിപിരി കൊള്ളുകയാണ്. പിന്നെ പല ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് പല മരുന്നുകൾ കഴിച്ച് എന്നിട്ടും ഇയാൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അവസാനം ഒരു വൈദ്യന് മനസ്സിലായി, ഇയാളിലുള്ള ഈ അസ്വസ്ഥത, സമാധാനമില്ലാത്ത അവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥ, കൃപയില്ലാത്ത അവസ്ഥ, ഇതിനെല്ലാറ്റിനും കാരണം ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന സർപ്പമാണ്, പാമ്പാണെന്ന് കണ്ടുകൊണ്ട് ആ വൈദ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ ആ ദോഷത്തെ എടുത്ത് മാറ്റണം. അതിനൊരേ ഒരു പ്രതിവിധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാലിൽ കെട്ടിത്തൂക്കി, ആ മരത്തിൽ കെട്ടിത്തൂക്കി വാ പിളർന്നു പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് താഴെ ഒരു നല്ല ചൂട് പാല് വെച്ച്, ഈ കഥ വളരെ തമാശ കഥയാണ്. ഈ പാമ്പ് പാലിൻ്റെ മണം കേട്ട് പതുക്കെ താഴേക്ക് വന്ന് അത് അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോയി. അത് പാലിൻ പാത്രത്തിലേക്ക് വീണു. പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശ കഥയാണെങ്കിലും നമ്മളിലുള്ള അസ്വസ്ഥതകൾക്ക്, നമ്മളിലുള്ള പിരിമുറുക്കങ്ങൾക്ക്, എന്തു ചെയ്തിട്ടും മാറാത്ത അസ്വസ്ഥതകൾക്ക്, ഇത്തരത്തിൽ നമ്മളിലുള്ള ദോഷങ്ങൾ വരാൻ കാരണം നമ്മളെ ബാധിച്ചിരിക്കുന്ന അശുദ്ധ ശക്തികളാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ, അവൻ ശവപ്പറമ്പിലാണ് കിടന്നുറങ്ങുന്നത്. അവനെ ബന്ധിക്കാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നില്ല. അവർ പലരും പല വിധത്തിൽ പരിശ്രമിച്ചു അവനെ ശാന്തനാക്കാൻ. എന്നാൽ കർത്താവായ ഈശോയ്ക്ക് മനസ്സിലായി, ഇവൻ ഇത്തരത്തിൽ പെരുമാറാൻ കാരണം ഇവനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവാണെന്ന് കണ്ടുകൊണ്ട് ഈശോ അവനെ നോക്കി കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോ. സ്പിരിറ്റോ ഇംപൂറോ, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ നിമിഷം അശുദ്ധാത്മാവ് വിട്ടുമാറി. ജനം നോക്കുമ്പോൾ അവൻ സുബോധത്തോടെ നിൽക്കുന്നത് കാണുകയാണ്. അവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഒരു പക്ഷേ എൻ്റെ പല കൺവെൻഷനിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. അതായത് ഒരിക്കൽ നമ്മുടെ കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിലെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഇവിടെ ഒരു ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു സഹോദരി ഇവിടെ വന്നു. അവരിങ്ങനെ അവിടെ ഒരു മലയാളി സിസ്റ്ററിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അവിടെ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ പറമ്പിലൂടെയൊക്കെ നടന്ന് അവിടെ വർക്കിയച്ഛൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, CJ വർക്കിയച്ഛൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ സ്ത്രീക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. പിന്നീട് ഈ സ്ത്രീയിൽ വലിയ മാറ്റം വരികയാണ്. അവരിങ്ങനെ കണ്ണു തുറപ്പിക്കാൻ തുടങ്ങി, നാക്ക് പുറത്തേക്ക് ഇടാൻ തുടങ്ങി, അസാധാരണമായ രീതിയിൽ അലറാൻ തുടങ്ങി. വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലായി അവരുടെ പെരുമാറ്റം. അപ്പം അവിടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. പല വിധത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവർക്കൊരു മാറ്റമുണ്ടായില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഇറ്റലിയിൽ നിന്ന് വന്ന സഹോദരി ഉണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവരെ വേഗം തന്നെ കോഴിക്കോടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ കോഴിക്കോടേക്ക് കൊണ്ടുവന്ന് ഈ സഹോദരിയെ ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക, പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു.
അവിടെ ഈശോയുടെ മുൻപിൽ ഇങ്ങനെ ഒരു പാമ്പെഴയുന്നത് പോലെ ഈ ഒരു ഇറ്റലിയിൽ നിന്ന് വന്ന സഹോദരി ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഒന്ന് അവരെ പിടിച്ച് കെട്ടി നിർത്താൻ. പക്ഷെ അവിടെ ഉണ്ടായിരുന്നവർക്കൊന്നും അവളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അമാനുഷികമായ ബലം കൊണ്ട് അവൾ നിറഞ്ഞ് അവൾ ചീറ്റാനും തുപ്പാനും അലറാനും തുടങ്ങി. എന്നാൽ സുവിശേഷത്തിൻ്റെ ശക്തി നമുക്കറിയാം. കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് കർത്താവായ യേശുവേ ഇവളെ ബാധിച്ചിരിക്കുന്ന കെട്ടുകള് തിന്മകള് അഴിഞ്ഞു പോയിക്കൊണ്ട് ഇവളെ ശാന്തയാക്കണേ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലിരുന്ന ഈ ബെനഡിക്റ്റൻ കുരിശ് അവളുടെ നെറ്റിയിലേക്ക് വെച്ച് ഈശോ 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 എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്രേ നേരം ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ടിരുന്ന ആ സഹോദരി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ശാന്തയായി. പറഞ്ഞേ ഹല്ലേലൂയ. അവരെന്നെ കൈകൾ കൂപ്പി പറഞ്ഞു, ബൊഞ്ചോർണോ പാദ്രേ, ഗുഡ് മോർണിംഗ് ഫാദർ, ഞാൻ നന്ദി പറയുന്നു, ഗ്രാസിയ പാദ്രേ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഈ ഒരു കോണ്ടെക്സ്റ്റ് ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരു സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഇത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ കഫർനാമിലേക്ക് ചെന്നു. അവിടെ ഒരു സിനഗോഗിലെത്തി ഈശോ വചനാഭിഷേകം നടത്തുകയാണ്. ഈശോയുടെ വചനം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകലരും അത്ഭുതപ്പെടുകയാണ്. കാരണം ഈശോ സാധാരണക്കാരനെ പോലെയല്ല അവിടെ സംസാരിച്ചത്. ഈശോ അധികാരത്തോടെ വചനം പറയുക. ഈശോയുടെ വചനം കേട്ടപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു. കാരണം ഈശോയുടെ വചനത്തിൻ്റെ ശക്തി, പവർ, അധികാരത്തോടെ സുവിശേഷം പ്രഘോഷിക്കുക, അതാണ് അവർ അത്ഭുതപ്പെടുത്തുക. അവരെല്ലാം ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈശോയുടെ ഓരോ വാക്കുകൾ, സുവിശേഷം ഇങ്ങനെ നിറയുമ്പോൾ, വചനം നിറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ ശ്രോതാക്കളുടെയും നെഞ്ചിലേക്കത് തട്ടുകയാണ്. അവരെ ബാധിച്ചിരിക്കുന്ന ബാധകളൊക്കെ ഇളകിപ്പോകുന്നു. അവരെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ വിട്ടുമാറുന്ന അനുഭവം, ഒരു വലിയ അഭിഷേകം അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരും അത്ഭുതപ്പെടുന്നത്. എന്തൊരു അധികാരമാണത്, എന്തൊരു പവറാണത്. ഈ സമയത്ത് ആ സിനഗോഗിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഇളകാൻ തുടങ്ങി. അങ്ങനെ ഇളകിക്കൊണ്ട് അവൻ പറഞ്ഞു, യേശുവേ നീ ആരാണെന്ന് എനിക്കറിയാം, നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എനിക്കറിയാം, ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഇന്ന് ഈ വചനപ്രഘോഷണം നടക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള ബാധകള്, തിന്മകള്, നിരാശകള്, അസ്വസ്ഥതകള് അവയെല്ലാം ഇന്ന് പറയും, ഈശോയെ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ, ഈ ആത്മാക്കളെ ഞങ്ങൾ നശിപ്പിക്കട്ടെ, ഇവരുടെ സമാധാനം ഞങ്ങൾ കെടുത്തിക്കളയട്ടെ. പക്ഷേ ഈശോ വന്നത് എന്തിനാ? ദൈവരാജ്യം നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാപിക്കാനാ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യം നൽകാൻ, നമുക്ക് ഉയർച്ച നൽകാൻ, നമുക്ക് വിടുതൽ നൽകാൻ, നമുക്ക് രോഗശാന്തി നൽകാൻ. അതുകൊണ്ട് ഈശോ അശുദ്ധാത്മാക്കളെ നമ്മുടെ ഭവനങ്ങളിൽ കൂടുതൽ കളിക്കാനായിട്ട് സമ്മതിക്കില്ല. ഈശോ സ്വരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, അശുദ്ധാത്മാവേ നിന്നോട് കൽപ്പിക്കുന്നു, ഈ വ്യക്തിയെ വിട്ടുപോകുക. ഇതേപോലെ ഈ പ്രഘോഷണം നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലുള്ള അന്ധകാര ശക്തികളോട് കൽപ്പിക്കുകയാണ്, ഈ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകുക. ഈ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ നിന്ന്, അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഈശോ അധികാരം ഉപയോഗിച്ച് കൽപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ. അപ്പോൾ ഈശോ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് ആ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് യേശുവിൻ്റെ ശക്തി?
യേശുവിൻ്റെ ശക്തി എന്താണ്? യേശുവിൻ്റെ ശക്തി സ്വർഗത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. സ്വർഗത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അതായത് ഈശോ ഉപയോഗിക്കുന്ന ശക്തി ദൈവാത്മാവിന്റെ ശക്തിയാണ്, സ്വർഗത്തിന്റെ ശക്തിയാണ്. അതുപയോഗിച്ച് ഈശോയുടെ ഓരോ വാക്കുകൾ അതുപയോഗിച്ചുകൊണ്ട് വചനപ്രഘോഷണം നടക്കുമ്പോൾ നമ്മുടെ മേലുള്ള അസ്വസ്ഥതകൾ, കെട്ടുകൾ, രോഗങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ബഹിഷ്കരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, ആമേൻ. എല്ലാവരും കർത്താവായി ഈശോ അനേകം പേരെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അനേകം പേർക്ക് അഭിഷേകം കൂടെ, അനേക ഭവനങ്ങളെ കർത്താവ് കാണിച്ചു തരിക. അവരുള്ള ഇരുള്, ഇരുട്ട്, നിഴല്, ദുഷ്ടാരൂപികള്, ദോഷങ്ങള്, സർപ്പദോഷങ്ങള്, കുടോത്രങ്ങള്, മന്ത്രവാദങ്ങളുടെ ബന്ധനങ്ങള് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് അച്ഛനെ കാണിച്ചു തരിക. ഒന്ന് രണ്ട് സ്ഥാപനങ്ങളെ കർത്താവ് കാണിച്ചു തരിക. കടബാധ്യതകൾ മൂലം തൊഴിൽ മേഖലകൾ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ, അതുപോലെ തന്നെ വസ്തുക്കളുടെ തർക്കങ്ങൾ, അതായത് പരിഹരിക്കാൻ പറ്റാത്ത തർക്കങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വന്നുകൊണ്ട് അവർക്കൊക്കെ വിടുതൽ കൊടുക്കുന്ന, ഡെലിവറൻസ് കൊടുക്കുന്ന ഒരു വലിയ അഭിഷേകം അച്ഛന് ലഭിക്കണം. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഒരിക്കൽ കൂടെ ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ, ആമേൻ. നമ്മുടെ ആത്മീയ, ശാരീരിക, മാനസിക, വൈകാരിക മേഖലയിലുള്ള സകല കെട്ടുകളെയും സകല തിന്മകളെയും കർത്താവ് ഈശോ തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമുക്ക് വിമോചനം നൽകാനായിട്ട് ആഗ്രഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഭൂമിയിലെ വൈദ്യന്മാരുടെ സഹായം നമുക്ക് കിട്ടാതെ വരുമ്പോൾ, അതായത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പീഡകൾ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനാവാത്ത ആ ഒരു മേഖലകൾ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമായി വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ കൊറോണ വൈറസിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ പരിശ്രമങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ മാത്രമാണ് അവർക്ക് ഈ മേഖലകളിൽ ശരിയായ ഉത്തരം കിട്ടുകയുള്ളൂ, അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ലോകം മുഴുവനുമുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ, എല്ലാ സയൻറ്റിസ്റ്റുകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് ലോകത്തെ ബാധിച്ചിരിക്കുന്ന മാരക രോഗം ബഹിഷ്കരിക്കപ്പെടാൻ, പകർച്ചവ്യാധികൾ ബഹിഷ്കരിക്കപ്പെടാവുന്നതിന് വേണ്ടി എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആദിമ സഭയിലെ മെത്രാനായിരുന്ന വിശുദ്ധ തീത്തൂസിന് വിശുദ്ധ പൗലോസ്ലിഹ ഇപ്രകാരം എഴുതി. മക്കളെ, ഇങ്ങനെയാണ് എഴുതിയത്: എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തീത്തൂസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിൻ്റെ കൃപ? എന്താണ് ആ ദൈവത്തിൻ്റെ അഭിഷേകം? എന്താണ് ആ പ്രസാദവരം? അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ ബലപ്പെടുത്താൻ വേണ്ടി സ്വർഗമയക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ്.
ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ലോകം മുഴുവൻ ആഗ്രഹിക്കണം. ആ സഹായകൻ ലോകത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ടാണ്, ലോകത്തിന് അഭിഷേകം ലഭിക്കാത്തത് കൊണ്ടാണ് ലോകത്തിൽ ഇരുള് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്, മക്കളെ, നിങ്ങൾക്ക് ലഭിച്ച മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയല്ലേ. ഈ പരിശുദ്ധാത്മാവാണ്, വിശുദ്ധ പൗലോസ് തീത്തോസിനെ പഠിപ്പിക്കുകയാണ്, ഈ പരിശുദ്ധാത്മാവാണ് ലോകത്തെ രക്ഷിക്കുന്നതിന്, സകല മനുഷ്യരെയും രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ കൃപയായി സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവവചനങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് സഭാപിതാക്കന്മാര്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പിതാക്കന്മാര് തിരുസഭ എന്ന ആ പ്രമാണ രേഖയിൽ നമ്പർ 12 ഇപ്രകാരം പഠിപ്പിച്ചു: പരിശുദ്ധാത്മാവ് കുദാശകളിലൂടെ, പരിശുദ്ധാത്മാവ് സുവിശേഷങ്ങളിലൂടെ നമ്മളെ ശുദ്ധിയുള്ളവരാക്കുന്നു. ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: പരിശുദ്ധാത്മാവ് കുദാശകളിലും സഭയുടെ ശുശ്രൂഷകളിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, നമ്മളെ നവീകരിക്കുന്നു. മാത്രമല്ല, സഭയ്ക്ക് വരങ്ങൾ കൊടുക്കുന്നു, ഡെലിവറൻസിന്റെ വരം കൊടുക്കുന്നു, രോഗശാന്തി വരം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്: മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭയിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു. ബെനഡിക്റ്റ് പാപ്പ പറയാണ്, കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്, ദൈവാത്മാവിന്റെ ശക്തിയാലാണ്. ഒരു പടി കൂടി കടന്നുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ ഇപ്രകാരം പഠിപ്പിച്ചു: by the same power of the Holy Spirit. അതായത് യേശു ഉപയോഗിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കത്തോലിക്ക സഭ കണ്ടിന്യൂ ദ സെയിം മിഷൻ ഓഫ് ജീസസ്. യേശുവിൻ്റെ അതേ ദൗത്യം കത്തോലിക്ക സഭ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ധൈര്യത്താലാണ്, ആ ശക്തിയാലാണ് ഈ കൺവെൻഷന്റെ 2ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാക്കൾ വിട്ടുപോകാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ആത്മഹത്യയുടെ ദുരാത്മാക്കളാകട്ടെ, കടബാധ്യതകളുടെ ദുരാത്മാക്കളാകട്ടെ, നിരാശയുടെ ദുരാത്മാക്കളാകട്ടെ, കലഹത്തിൻ്റെ ദുരാത്മാക്കളാകട്ടെ, കർത്താവായ യേശു നമുക്ക് നൽകിയ സ്വർഗത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ വരങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട്, പുതിയ അഭിഷേകം കൊണ്ട് ലോകം ശക്തി പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഭയമുണ്ടാവില്ല, നമ്മൾ നിരാശപ്പെടില്ല. ദുർമരണങ്ങൾ, പെടുമരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരില്ല. കാരണം നമ്മുടെ പറമ്പ്, നമ്മുടെ വീട്, അതിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ട കെട്ടിക്കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ തീ അഭിഷേകം കൊണ്ട് നമ്മുടെ ഭവനവും, നമ്മുടെ തൊഴിൽ മേഖലകളും, നമ്മുടെ യാത്രകളും, നമ്മുടെ വാഹനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണിന്ന്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രസാദവരം നമ്മെ എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ കറകളിൽ നിന്നും, എല്ലാ അസൂയകളിൽ നിന്നും, എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമസഭ പിതാക്കന്മാരുടെ വലിയ അഭിഷേകമാണ് അച്ഛൻ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ സിപ്രിയാൻ ഇങ്ങനെ പഠിപ്പിക്കുക: ആ ജീവദായകമായ ജലത്തിൽ, അല്ലേ, ആ ജലം കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവാ. വിശുദ്ധ സിപ്രിയാൻ പഠിപ്പിക്കുക: ആ ജീവദായകമായ ജലത്തിൽ ഞാൻ മുങ്ങി, എൻ്റെ സകല കറകളും മായ്ക്കപ്പെട്ടു.
വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ അരുവി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ജീവജലത്തിൻ്റെ അരുവി ഇങ്ങനെ ഒഴുകും. ആ ജീവജലത്തിൻ്റെ അരുവിയാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ സിപ്രിയാൻ പഠിപ്പിക്കുകയാണ്, ആ ജീവജലത്തിൽ ഞാൻ അങ്ങോട്ട് മുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ ജീവിതങ്ങള് പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് മുങ്ങണം, പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറയണം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ സിപ്രിയാൻ പഠിപ്പിക്കുക, എന്നിലുള്ള എല്ലാ കറകളും, പാപത്തിൻ്റെ, അസൂയയുടെ, സ്വാർത്ഥതയുടെ എല്ലാ കറകള്, എന്നിലുള്ള നെഗറ്റീവ് എനർജികള്, എന്നിലുള്ള ആന്തരിക മുറിവുകള്, അതോടൊപ്പം തന്നെ രോഗാണുക്കള്, രോഗപീഠകള് എന്നിൽ നിന്ന് കഴുകി ഇല്ലാതായിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു സഭാപിതാവാണ് വിശുദ്ധ ഇരണേവൂസ്. അദ്ദേഹം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കറകൾ മാത്രമല്ല, നിന്നെ ബാധിച്ച ദുഷ്ടാരൂപികളും ബഹിഷ്കരിക്കപ്പെടും. ഇങ്ങനെ ദുഷ്ടാരൂപികൾ നിന്നിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുമ്പോൾ, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടാരൂപികൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബഹിഷ്കരിക്കപ്പെട്ടവര് യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടു. ഇത് സഭാപിതാവ് ഇരണേവൂസ്, വിശുദ്ധ ഇരണേവൂസ് നമ്മളെ പഠിപ്പിക്കുക. അതായത് പരിശുദ്ധാത്മാൻ, ആദിമ ക്രൈസ്തവ സഭ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചതെന്ന് ഈ വിശുദ്ധരുടെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ ഇരണേവൂസ് പറയാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദുഷ്ടാരൂപികള്, ദുഷ്ടശത്രുക്കള് എന്ന് പറഞ്ഞാൽ ശത്രുദോഷങ്ങള്, അന്ധകാര സേനകള്, പൈശാചിക പീഡകള്, മരണങ്ങള്, ദുർമരണങ്ങള്, അന്ധകാര ശക്തികള് നമ്മളിൽ നിന്നൊരു ക്രിസ്ത്യാനിയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടും. എന്നിട്ട് വെറുതെ ബഹിഷ്കരിക്കപ്പെടലല്ല, അവനിൽ വിശ്വാസം ആഴപ്പെടും. എന്ന് പറഞ്ഞാൽ അവന് ദൈവസ്നേഹം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് നിറയും. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടുക, ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടുക, ആഗ്രഹിക്കുന്ന ഐശ്വര്യം കിട്ടുക, ആഗ്രഹിക്കുന്ന ഉയർച്ച കിട്ടുക. അപ്പൊ ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടാൻ, ആഗ്രഹിക്കുന്ന ഉയർച്ച കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരേ ഒരു മന്ത്രമാണ് കത്തോലിക്ക സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഒരു തീ അഭിഷേകം നമുക്ക് ലഭിക്കണം. സെഹിയോൻ ശാലയില് സ്ലീഹന്മാർ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരണം. നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം ഓരോരുത്തരും ബലം പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിളിച്ചേ യേശുവേ, യേശുവേ, വിളിച്ചേ യേശുവേ, യേശുവേ, അങ്ങയുടെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയപ്പെടുമ്പോൾ ഈശോയെ ഒരു അന്ധകാര ശക്തിയും ഒരു ദുഷ്ടാരൂപിയും ഒരു ദുഷ്ടശക്തിയും ഞങ്ങളുടെ ഭവനങ്ങളില്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് പ്രബലപ്പെടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അച്ഛൻ റോമിൽ പഠിക്കാൻ പോയപ്പോൾ അച്ഛൻ ഇറ്റാലിയൻ പഠിക്കാൻ സാധിച്ചില്ല. പെട്ടെന്ന് വളരെ തിരക്ക് പിടിച്ച ജീവിതം കൊണ്ടാണ് പെട്ടെന്നാണ് ഇറ്റലിയിലേക്ക് പോയത്. ഞാൻ അവിടെ ചെന്ന് ഫബ്രിയാനോ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെന്നത്. അവിടെ എന്നോട് സംസാരിക്കാൻ ആരുമില്ല, അധികം മലയാളികളൊന്നും അവിടെ ആ സമയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യ ദിവസം ആകെ എനിക്കറിയാവുന്നത് ബൊഞ്ചോർണോ, ഗ്രാസി, അങ്ങനെ 2 വാക്കുകളൊക്കെയാണ്. അപ്പം ഞാൻ ആ ദിവസങ്ങളിലൊക്കെ അവിടെയുള്ള പള്ളികളൊക്കെ കയറി ഇറങ്ങി നടക്കും. അങ്ങനെ ഞാനൊരു പള്ളിയിൽ ചെല്ലുകയാണ്. അവിടെ ഇങ്ങനെ ഈശോയുടെ ക്രൂശിത രൂപം കണ്ടപ്പോൾ ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. എൻ്റെ കർത്താവേ, ഭയങ്കര അഭിഷേകം ആ ക്രൂശിത രൂപം കണ്ടപ്പോൾ. അപ്പം ഞാൻ അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ,
എൻ്റെ മേൽ കരുണയായിരിക്കണമേ. പെട്ടെന്ന് എനിക്കൊരു അഭിഷേകം കിട്ടി, കരുണക്കൊന്ത ചൊല്ലിയാലോ. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ അവിടെ നോക്കിയപ്പോൾ ആരുമില്ല, ഒരു മനുഷ്യജീവി ഇല്ല പള്ളിക്കകത്ത്. അത്യാവശ്യം ഒരു മങ്ങിയ ലൈറ്റൊക്കെയാണുള്ളത്. ഞാനപ്പോൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലി, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡകളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു സ്വരം കേട്ടത്, ടപ്പ് 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 എന്നൊരു സ്വരം കേൾക്കുക. ഞാനിങ്ങനെ പതുക്കെ നോക്കിയപ്പോൾ ഒരു 10-60 വയസ്സിനടുത്തുള്ള ഒരു മദാമ്മച്ചെടുത്തി ഇങ്ങനെ പതുക്കെ പള്ളിയിലേക്ക് വന്ന് എന്നെ ഇങ്ങനെ നോക്കി. ഞാനപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ വേഷത്തിലാണ്, എങ്കിലും മലയാളത്തിലാണ് കരുണക്കൊന്ത ചൊല്ലുന്നത്. ഞാനപ്പോൾ വീണ്ടും ഇങ്ങനെ ഈശോയുടെ അതിദാരുണമായ പീഡകളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇറ്റാലിയൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മദാമ്മ എൻ്റെ അടുത്ത് വന്ന്, അവർക്ക് മനസ്സിലായി ഞാൻ കരുണക്കൊന്തയാണ് ചെല്ലണമെന്ന്. അവരിങ്ങനെ എന്നോട് ചോദിച്ചു, ഞാനും കൂടട്ടെ എന്ന്. അപ്പം ഞാൻ അവരോട് കൂടിക്കോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഞങ്ങളിങ്ങനെ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പെർലസുവ ഡോളറോസ പസിയോനെ. അപ്പം ഞാൻ മലയാളത്തിൽ പറയും, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കട്ടെ. അവർ പറയും പെർലസുവ ഡോളറോസ പസിയോനെ. ഞാൻ പറയും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അങ്ങനെ ഞങ്ങൾ 2 പേര് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മദാമ്മ അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മലയാളത്തിൽ പ്രാർത്ഥിച്ചു. ഈശോയെ ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇടപെടണമേ, അവരുടെ നട്ടലിൻ്റെ വേദന മാറ്റണേ, അവരുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ മാറ്റണേ, ശ്വാസം മുട്ടൽ മാറ്റണമേ, മുട്ടുകാലിൻ്റെ വേദന മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഇവരാശീർവാദം സ്വീകരിച്ച് ഇവരെന്നോട് ആംഗ്യഭാഷ പറഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. അടുത്ത വെള്ളിയാഴ്ച 3 മണിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ അപ്പോഴും ഇറ്റാലിയനിലെ കരുണക്കൊന്തയൊക്കെ അല്പം പഠിച്ചു. എന്നിട്ട് ഇവർ വരുമെന്നോർത്ത് ഞാൻ പള്ളിയിൽ നേരത്തെ തന്നെ ചെന്ന് കരുണക്കൊന്ത ചൊല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ഈ ചേടത്തി വന്നത് വേറെ ഒരു 6 ആൾക്കാരെയും കൂട്ടിക്കൊണ്ടാണ്. അങ്ങനെ ഞങ്ങളൊന്ന് ചേർന്നുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. അവർ പറയും പെർലസുവ ഡോളറോസ പസിയോനെ. അപ്പം ഞാൻ ഇറ്റാലിയൻ പഠിച്ചു, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പെർലസുവ ഡോളറോസ പസിയോനെ ആബി മിസരിക്കോർഡിയ ദി നോയ ദൽ മോന്തോ ഇൻ തേറ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈ 6 പേരും മുട്ടുകുത്തി നിന്ന് അവരുടെ മേൽ ഞാൻ ആശീർവാദങ്ങളൊക്കെ കൊടുത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഈ ചേർത്തി അവരുടെ സാക്ഷ്യം പറഞ്ഞത്. വർഷങ്ങളുടെ പഴക്കമുള്ള മരുന്ന് കഴിച്ചിട്ടും മാറാതിരുന്ന നട്ടെല്ലിൻ്റെ വേദനകളെ, മുട്ടുകാലിൻ്റെ വേദനകളെ ഈ കറുത്തച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു എന്നിവർ സാക്ഷ്യം പറഞ്ഞത് കൊണ്ടാണ് ആ 6 പേര് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിന്നീട് പിറ്റേ ആഴ്ച അവർ വരാമെന്ന് പറഞ്ഞു പോയി. പിറ്റേ ആഴ്ച അവർ 10-20 പേരായി. 10-20 പേര് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരുണക്കൊന്ത ചൊല്ലും. ആ സമയത്ത് ഞാൻ 1-2 സ്തുതിപ്പുകളൊക്കെ കൂട്ടുകാരച്ഛന്മാരോട് ചോദിച്ച് പഠിച്ചു. എന്നിട്ട് കരുണക്കൊന്ത കഴിയുമ്പോൾ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്രകാരം പറയും, തിയദോറിയാമോ സിഞ്ഞോറെ എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അപ്പോൾ അവരെല്ലാം ഏറ്റു പറയും തിയദോറിയാമോ സിഞ്ഞോറെ. പിന്നെ പറയും തീ ബെനദിച്ചിയാമോ സിഞ്ഞോറെ, ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പോഴവരെല്ലാം ഏറ്റു പറയും ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും അത്ഭുതം നടക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ 20 പേര് 10-60 പേരായി. ഏകദേശം 1-1.5-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ ദൈവജനം നിറഞ്ഞ്, പള്ളിയും പരിസരമെല്ലാം നിറഞ്ഞ് വലിയ അത്ഭുതമാണ് നടന്നത്. കരുണയുടെ വലിയ ഒരു അഭിഷേക പ്രാർത്ഥനയായി മാറി. 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ശുശ്രൂഷ ആ ദേശം മുഴുവൻ അറിയാൻ തുടങ്ങി. വെള്ളിയാഴ്ച 3 മണിയോടെ പള്ളിയും പരിസരവും എല്ലാം നിറയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനം മുഴുവൻ
ആ ഒരു ടൗൺ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ടൗണല്ല, അധികം പ്രാർത്ഥിക്കുന്ന ടൗണല്ലായിരുന്നു. പക്ഷെ നോക്കിക്കേ, ഭാഷ അറിയാത്ത അവിടെ ആ പുതിയതായിട്ട് വന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ വൈദികനിലൂടെ എന്നിലൂടെ പ്രവർത്തിച്ചപ്പോൾ കർത്താവ് ആ എൻ്റെ പൗരോഹിത്യത്തെ ആ ദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റിയതിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞു, ഇവനാണെങ്കിൽ ഇറ്റാലിയനൊന്നും അറിഞ്ഞുകൂടാ, ഇവനൊരു ഭാഷ അറിഞ്ഞുകൂടാ, ഇവൻ വാതുറക്കുന്നില്ല നമ്മളോട് സംസാരിക്കാനായിട്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ ദേവാലയം വിൽക്കാൻ വേണ്ടി വെച്ച ദേവാലയമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അവർ അത് പരസ്യം ചെയ്തിരുന്നു. കാരണം അവിടെ ഒത്തിരി ആ ഒരു കുഞ്ഞു ടൗണിൽ തന്നെ 10-21 പള്ളിയുണ്ട്. അങ്ങനെ അത് വിൽക്കാൻ വേണ്ടി വെച്ച അവിടുത്തെ പിതാവ്, അഭിയന്യ പിതാവ് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നു. മോൺസിഞ്ഞോർ ജൺ കാർലോ വന്നിട്ട് പറഞ്ഞു, പാദ്രേ ഗ്രാസിയെ, അച്ഛാ നന്ദി. യഥാർത്ഥത്തിൽ ആ നന്ദി പറഞ്ഞത് എനിക്കല്ല പ്രിയപ്പെട്ടവരെ, വെറും സാധാരണക്കാരനായ ഒരു വൈദികനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എടുത്തുപയോഗിച്ച സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ വേദനിക്കുകയാണ്, ലോകം മുഴുവൻ സങ്കടപ്പെടുകയാണ്, ഏങ്ങലടിക്കുകയാണ്. ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദേശങ്ങളിൽ നാം അനുഗ്രഹങ്ങളായി മാറും. നമ്മുടെ ദേശങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ കെട്ടുകള്, വിശ്വാസരാഹിത്യത്തിൻ്റെ കെട്ടുകള്, മാരകരോഗത്തിൻ്റെ കെട്ടുകള്, കർത്താവായ യേശുവിൻ്റെ അധികാരം നമ്മളിലൂടെ ഒഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരൊറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ, ഒരൊറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ. വിശുദ്ധ ജസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ജസ്റ്റിൻ, പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം യേശു ജനിച്ചത് വിശ്വാസികളുടെ രക്ഷയ്ക്കും പിശാചുക്കളുടെ ഉന്മൂലനത്തിനും വേണ്ടിയാണ്. കണ്ടോ, നമ്മളെ ബാധിച്ചിരിക്കുന്ന തിന്മകളെ, നമ്മളെ അലസോരപ്പെടുത്തുന്ന സാത്താനെ, പൈശാചിക ശക്തികളെ, നെഗറ്റീവ് എനർജികളെ ബഹിഷ്കരിക്കാനാണ് ഈശോ ജനിച്ചതെന്ന് വിശുദ്ധ ജസ്റ്റിൻ പഠിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ അനേക പിശാചബാധിതരുണ്ട് അല്ലേ? ഓരോ തിന്മകള്, നെഗറ്റീവ് എനർജികള്, ബാധകള് ലോകം മുഴുവനും ഉണ്ട്. വിശുദ്ധ ജസ്റ്റിൻ്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹം പഠിപ്പിക്കുകയാണ്, അവരെ സുഖപ്പെടുത്താൻ മറ്റുള്ള ഭൂതോച്ചാടകർക്ക് കഴിഞ്ഞില്ല. കാരണം ലോകം മുഴുവൻ ഒരുപാട് ബാധ കൂടിയ അവസ്ഥകളുണ്ട്, തിന്മകളുണ്ട്, വ്യക്തികളുണ്ട്, തൊഴിൽ മേഖലകളുണ്ട്, ഭവനങ്ങളുണ്ട്. മറ്റ് ഭൂതോച്ചാടകർക്ക് അതിന് സാധിച്ചില്ല. എന്നാൽ വിശുദ്ധ ജസ്റ്റിൻ പഠിപ്പിക്കുകയാണ്, എന്നാൽ പന്തിയോസ് പിലാത്തുസിന്റെ കാലത്ത് ക്രൂശിതനായ യേശുവിൻ്റെ നാമത്താൽ പ്രാർത്ഥിച്ചപ്പോഴ് അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സ്വർഗം തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ബാധകളെ ഒഴിപ്പിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ജസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഈ കൃപ നമ്മളിൽ വന്ന് നിറയാനാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൃപയ്ക്ക് വേണ്ടി, കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ്. കാരണം ഇന്ന് പരിശുദ്ധാത്മാവിന് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ മക്കളുടെ മേല്, ലോകത്തിൻ്റെ മേല്, ഈ നമ്മുടെ ലോകത്തെ ബാധിച്ച ഇരുട്ട്, നിരാശ, ഈ മാരകരോഗം, പകർച്ചവ്യാധി, ഇത് നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ, ഈ ടെലിവിഷൻ ചാനലിലൂടെ, ഈ ഷെയ്ക്കാന മിനിസ്ട്രിയിലൂടെ, ഈ നടക്കുന്ന ഈ കൺവെൻഷനിലൂടെ ഈ മാരകരോഗത്തെ ബഹിഷ്കരിക്കാൻ എല്ലാ മനുഷ്യരും യേശുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാധകളെല്ലാം ഒഴിഞ്ഞു പോകും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. പറഞ്ഞേ ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു ഗാനം, പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട്, പറ്റുന്നവരൊക്കെ കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ഒരു ഗാനം ആലപിക്കാം. ഇപ്പോഴ് ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ
പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ. നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ പറമ്പിന്റെ മേൽ, കച്ചവട തടസ്സങ്ങളുടെ മേൽ, പറമ്പിന്റെ മേലുള്ള ബന്ധനങ്ങളുടെ മേൽ, ഊരാ കുടുക്കുകളുടെ മേൽ, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ, നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ, നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ. അത്ഭുതം നടക്കട്ടെ, നമ്മുടെ ഭവനങ്ങളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. ഈശോ, 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 അത്ഭുത ശക്തി, ഈശോ, അത്ഭുത പവർ, ഈശോ, പവർ, 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 ഗ്ലോറി, 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 അത്ഭുത ശക്തി, ഈശോ, അത്ഭുത പവർ, ഈശോ, പവർ, പവർ, പവർ. ഏലിയായിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. ഏലിയായിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതമായി തീർന്നൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതമായി തീർന്നൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ, നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ. കർത്താവേ, നിന്റെ കൃപകളാണ് ഞങ്ങൾക്ക് ആവശ്യം. കർത്താവേ, നിന്റെ ആത്മാവാണ് ഞങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരട്ടെ. കല്യാണ തടസ്സങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ, തൊഴിൽ തടസ്സങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നവീകരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിശദീകരിക്കട്ടെ, ഞങ്ങളുടെ വിശ്വാസങ്ങൾ ആഴപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. സാവൂളിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി ശക്തിയായി എന്നിൽ നിറഞ്ഞിടട്ടെ. രോഗത്തിൻ മുൻപിൽ, ശാപത്തിൻ മുൻപിൽ വിടുതലായി തീർന്നൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, അത്ഭുതം നടക്കട്ടെ. താതന്റെ വാഗ്ദാനമേ, യേശുനാമത്തിന്റെ ശക്തി, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ മക്കളെ, എല്ലാവരും സ്തുതിക്കട്ടെ. താതന്റെ വാഗ്ദാനം യേശുവേ ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഓരോ മുക്കിലും മൂലയിലും, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങി വരട്ടെ കർത്താവ്. ഞങ്ങളുടെ മണ്ണിനെ ആശീർവദിക്കണേ. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ ഇപ്പൊ നന്ദി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കും, നോക്കിക്കേ, സാധാരണക്കാരനായ ഒരു വൈദികൻ ഭാഷയൊന്നും അറിയാത്ത ഒരു സ്ഥലത്ത്, ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ വിൽക്കപ്പെടാനായിട്ട് വെച്ചിരുന്ന ഒരു ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the ഇതാണ് Lord. ദൈവത്തിന്റെ കൃപ. നമ്മുടെ കണ്ണൂർ രൂപതയിലെ ഇപ്പോഴത്തെ മെത്രാൻ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു ജീവിതാനുഭവം, അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഇങ്ങനെ എഴുതിയത് അച്ഛൻ വായിക്കാനിടയായി. അദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിൽ ചേരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അമ്മയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വികാരി അച്ഛനായ വരാപ്പുഴ രൂപതയിലെ വലിയ പ്രശസ്തനായ ഒരു മോൺസിഞ്ഞോർ അംബ്രോസ് അച്ഛൻ്റെ അടുത്ത് ചെന്നിങ്ങനെ ആശീർവാദം വാങ്ങാൻ വേണ്ടി ചെന്നതാണ്. അങ്ങനെ ആശീർവാദം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു പുതുമണവാളൻ, ഒരു യുവാവും, അദ്ദേഹം ഇപ്പോൾ കല്യാണം കഴിച്ചതുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി മോൺസിഞ്ഞോറിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ അധ്യാപകനെ കുറിച്ച് പിതാവ് എഴുതി. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായിരുന്നു. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല ഇത് മേരി ടീച്ചറിൻ്റെ മോനല്ലേ? അലക്സ് വടക്കുംതല പിതാവ് അന്ന് 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ പിതാവിനെ നോക്കിക്കൊണ്ട് ഈ അധ്യാപകൻ മണവാളൻ ഇപ്പോൾ കല്യാണം കഴിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മേരി ടീച്ചറിൻ്റെ മകനല്ലേ? അപ്പോൾ കുഞ്ഞു പറഞ്ഞു, അതെ. നീ എവിടെ പോകുന്നു? സെമിനാരിൽ പോകുന്നു. നീ എന്തിനാണ് അച്ഛനാകാൻ പോകുന്നത്? എന്നിട്ട് ഇദ്ദേഹം സ്വയം പറയുകയാണ്, ഞാൻ ഏതായാലും എൻ്റെ കുഞ്ഞുങ്ങളെ അച്ഛനാക്കാനായിട്ട് വിടില്ല, സെമിനാരിലേക്ക് വിടില്ല. പിതാവ് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആ അധ്യാപകൻ്റെ വാക്കുകൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ അങ്ങോട്ട് ആഴത്തിൽ തറച്ചു. ഒരു വേദന തോന്നി. കാരണം ഇവനെന്തിനാണ്, ഒന്നിനും കൊള്ളാത്ത ഒരു കാര്യത്തിന് പോവുകയാണോ എന്ന രീതിയിലുള്ള ആ ചോദ്യമായിരിക്കും ആ കുഞ്ഞിനെ വേദനിപ്പിച്ചത്. ഇപ്പോഴാ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പിതാവ് ആ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ആ ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായില്ല. അതായത് എനിക്ക് കുഞ്ഞുണ്ടായാൽ ഞാൻ അവന് സെമിനാറിൽ വിടില്ല എന്ന് വളരെ ഉച്ചത്തിൽ പറഞ്ഞ ആ ദമ്പതികൾ, പിതാവ് പിന്നീട് എഴുതിയിരിക്കുകയാണ്, അവർ രണ്ടുപേരും മരിച്ചുപോയി. പക്ഷേ അവരെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. പറഞ്ഞ് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ സംഭവിച്ചത് എന്താ? സ്വന്തം മാർഗത്തിലൂടെ രക്ഷ പ്രാപിക്കണമെന്ന് കരുതിയ ആ യുവ അധ്യാപകന് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ആസ്വദിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതായത് ദൈവത്തിൻ്റെ സ്വന്തം രക്ഷ തനിക്ക് സാധിക്കുമെന്ന് കരുതിയ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ദാനമായ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ ആ 15 വയസ്സുകാരൻ അവിടെ നിന്ന് നുറുങ്ങിയ ഹൃദയത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അയ്യോ, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ? ഒരു അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വേദനിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ ആ തൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ, തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ, ഈ ഒരു കുഞ്ഞ് 15 വയസ്സുകാരൻ്റെ മേൽ പിന്നീട് നമുക്കറിയാം ശ്ലൈഹിക അഭിഷേകമാണ് അവിടെ ലഭിക്കുന്നത്. മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇത് നോക്കിക്കുക, നാം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വം നമുക്ക് വലിയ കൃപകൾ ലഭിക്കും. ഇപ്പം ഇന്ന് ഈ 2ാം ദിവസം നമ്മുടെ ഭവനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിലേക്കുള്ള വിധേയത്വമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, നമ്മൾ ക്രിസ്ത്യാനികൾ എടുത്ത് പരിശോധിച്ചാൽ
രണ്ട് തരം ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ. രണ്ട്, അവർ ക്രിസ്ത്യാനികളാണ്, പക്ഷെ ആത്മാവിനാൽ നയിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ. ഈ ഭാഷ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയാ. പലപ്പോഴും ഈ ക്രിസ്ത്യാനികളെ രണ്ടായിട്ട് ഫ്രാൻസിസ് പാപ്പയുടെ പ്രസംഗത്തിൽ നമുക്ക് കാണാറുണ്ട്. അദ്ദേഹം പറയും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ, ആത്മാവിനാൽ നയിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ. ഇപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ അനവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പാട്ട് പാടുന്ന സഹോദരൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, ഞങ്ങളുടെ ശുശ്രൂഷകരുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതി, ഇതാ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു വചനം മുഴുവൻ വായിക്കണം. 90 ദിവസം എടുത്ത് ദൈവവചനം വായിച്ച്, ദൈവവചനം ധ്യാനിച്ച്, ദൈവവചനം എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുക, സഹോദരങ്ങളെ, അച്ഛാ, വലിയ അഭിഷേകമാണ് എനിക്ക് ലഭിച്ചത്, വലിയ അഭിഷേകം, വലിയ കൃപയാണ് എനിക്ക് ലഭിച്ചത്. ഒരു പക്ഷേ ആ സഹോദരൻ ഇതൊരു വളരെ ചെറിയ കാര്യമായിരിക്കും അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, എനിക്ക് വചനം വായിക്കണം, എനിക്ക് വചനം വീട്ടിൽ വായിക്കണം, അത് ബൈബിള് മുഴുവൻ വായിച്ച് തീർക്കണം. ആ ഒരു അഭിഷേകം കിട്ടിയപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അങ്ങനെ ആ ഒരു അഭിഷേകം വളരെ ചെറിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെങ്കിലും ആ ചെറിയ കാര്യത്തിലൂടെ കർത്താവ് അനേകം പേരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കാനുള്ള കൃപ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അനേക അഭിഷേകങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് സഭയിൽ പല പല കാലഘട്ടങ്ങൾ, ഉദാഹരണത്തിന് കാസിയായിലെ വിശുദ്ധ റീത്ത പുണ്യവതിയെക്കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ റീത്ത വളരെ കുഞ്ഞുനാളിൽ തന്നെ വിവാഹിതയായ ഒരു വ്യക്തിയാണ്. ഫെർഡിനാണ്ടോ എന്ന് പറയുന്ന ഒരാളാണ് വിശുദ്ധ റീത്തയെ കല്യാണം കഴിച്ചത്. പക്ഷെ അദ്ദേഹം കുടിയനും ദുർനടപ്പുകാരനും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നവരും കലഹപ്രിയനുമായിരുന്നു. വിശുദ്ധ റീത്ത പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിരന്തരം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ റീത്തയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് ആ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. റീത്തയുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവളുടെ ഭർത്താവ് ഒരു സുപ്രഭാതത്തെ തീരുമാനമെടുത്തു, ഞാൻ ഇനി മദ്യപിക്കില്ല, എൻ്റെ പഴയ വഴികൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞു, ഇനി നിന്റെ വഴികളാണ്. വിശുദ്ധ റീത്തയുടെ വഴികൾ ദൈവവചനത്തിൻ്റെ വഴിയായിരുന്നു. വിശുദ്ധ റീത്തയുടെ വഴി പ്രാർത്ഥനയുടെ വഴിയായിരുന്നു, ഉപവാസത്തിൻ്റെ വഴിയായിരുന്നു. അങ്ങനെ ആ ഭർത്താവ് മാനസാന്തരപ്പെട്ട് നല്ല വഴിക്ക് ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പഴയ ശത്രുക്കൾ വന്ന് ഈ 2 ആൺമക്കളുടെ മുൻപിൽ വെച്ച് ഈ ഭർത്താവിനെ കുത്തിക്കൊന്നു. പിന്നെ റീത്തയുടെ ഉള്ളിലെ വേദന എന്ന് പറയുന്ന ഇതായിരുന്നു, ആ 2 ആൺമക്കളും വളർന്നു വന്നത് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പനെ കൊന്നവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഞങ്ങളുടെ അപ്പനെ കൊന്നവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും. എന്നാൽ വിശുദ്ധ റീത്ത ഇത് കേട്ട് നെഞ്ചുരുകി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾ കൊലപാതകമെന്ന മാരക പാപം ചെയ്ത് അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം അവരുടെ ജീവനെ നീ തിരിച്ചെടുക്കണമേ. ഒരമ്മ പ്രാർത്ഥിച്ചതാ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശുദ്ധ റീത്ത പ്രാർത്ഥിക്കണം, ആ ഭവനത്തിൽ കൊലപാതകത്തിൻ്റെ ദുരാത്മാക്കൾ കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ, ഒരു ഭവനത്തിൽ ആത്മഹത്യയുടെ ദുരാത്മാവ് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ മക്കൾ മാരകപാപം ചെയ്ത് അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഭേദം ജീവൻ്റെ ഉടയവനായ ദൈവമേ, എൻ്റെ മക്കളുടെ ജീവനെ തിരിച്ചെടുക്കണമേ. ചരിത്രം പറയുന്നത് ആ വർഷത്തിൽ തന്നെ ഒരു മാരകരോഗം പിടിപെട്ട് ആ മക്കൾ മരണമടഞ്ഞു. അപ്പോൾ കൊലപാതകം ചെയ്ത് അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം
എൻ്റെ ദൈവമേ, എൻ്റെ മക്കളെ ഇത് അങ്ങ് തിരിച്ചെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ആത്മാക്കളാൽ നയിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളായി തീരണം നാം ഓരോരുത്തരും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. രണ്ടാമത്തെ കൂട്ടരുണ്ട്. ആദ്യത്തെ കൂട്ടർ നമ്മൾ പറഞ്ഞു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര്. രണ്ടാമത്തെ കൂട്ടര് അവർ മാമോദീസ സ്വീകരിച്ചവരാണ്, സ്ഥൈര്യലേപനം സ്വീകരിച്ചവരാണ്, എന്നാൽ ആത്മാവിനാൽ നയിക്കപ്പെടാത്തവരാണ്. ഇവരെന്താ ചെയ്യുന്നറിയാവോ? സഭയ്ക്കുള്ളിലും പുറത്തും മന്ദോഷ്ണതയിൽ ജീവിക്കുകയാണ്. ഇവർക്ക് തീഷ്ണതയില്ല, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ്, വചനം വായിക്കാൻ പറ്റാത്തവരാണ്. ഇവരാണ് പലപ്പോഴും പള്ളികളെയും പുരോഹിതരെയും സന്യസ്തരെയും കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഇവര് ചീത്ത പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളോട് ചേർന്ന്. കാരണം ഇവർക്ക് യഥാർത്ഥത്തിലുള്ള സത്യം അറിയാത്തത് കൊണ്ട്, ഇവരിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തത് കൊണ്ട് പലപ്പോഴും ഇവര് സഭയുടെ വിമർശകരായി മാറുന്നു. ഫ്രാൻസിസ് പാപ്പ ഇവരെ കുറിച്ച് പറയുകയാണ്, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, എല്ലാം ഗംഭീരം, എന്നാൽ പ്രഘോഷണത്തിലൂടെ ശ്ലൈംഗിക തീഷ്ണതയുള്ള പ്രവർത്തിക്കാൻ ഇവർക്കറിയില്ല. ഇത്തരത്തിലുള്ള ക്രിസ്ത്യാനികളെ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിളിക്കുന്നത് ഉൽപാദനക്ഷമതയില്ലാത്തവർ, ഷണ്ടന്മാരും മച്ചുകളുമായ ക്രിസ്ത്യാനികൾ എന്നാണ്. അതായത് പരിശുദ്ധാത്മാവില്ലാത്ത ക്രിസ്ത്യാനികളെ ഫ്രാൻസിസ് പാപ്പ വിളിക്കുന്നത് ഷണ്ടന്മാരും മച്ചുകളും എന്ന. അതായത് പ്രത്യുൽപാദനം, അത് വചനം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കാത്ത മനുഷ്യരായിട്ടാണ് അവരെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനാൽ നയിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് നാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്താൽ ഏതാത്മാവിനാലാണ് നാം നയിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടവരാണ് നാം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണല്ലോ ഇപ്രകാരം പഠിപ്പിക്കുന്നത്. അതായത് നാം നയിക്കപ്പെടുന്ന ഈ ലോകത്ത് 3 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. 1 ലോകാരൂപി, 2 ദുഷ്ടാരൂപി, 3 ദൈവത്തിൻ്റെ അരൂപി. എന്നിട്ട് ഈ ഇഗ്നേഷ്യസ് ലയോള പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ അരൂപികൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതായത് ദുഷ്ടാരൂപിയും ലോകാരൂപിയും തമ്മിൽ, ലോകാരൂപിയും ദൈവാരൂപിയും തമ്മിൽ, ദൈവാരൂപിയും ദുഷ്ടാരൂപിയും തമ്മിൽ ഇങ്ങനെ യുദ്ധം നടക്കുകയാണ്. ഇഗ്നേഷ്യസ് ലയോള പറയുകയാണ്, ഏറ്റവും അവസാന വിജയി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ വചനം 1 യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നാം ഏതാത്മാവിലാണ് നയിക്കപ്പെടുന്നതെന്ന് വിവേചിച്ചറിയുവിൻ. നാം ദുഷ്ടാരൂപിയിലാണോ നയിക്കപ്പെടുന്നത്? നാം ലോകാരൂപിയിലാണോ നയിക്കപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഊരാക്കുടുക്കുകളും ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി നാം ധ്യാനിക്കേണ്ടത് ഏതരൂപിയിലാണ് നാം നയിക്കപ്പെടുന്നതെന്ന് ധ്യാനിക്കണം. 1 യോഹന്നാൻ 4:1 പഠിപ്പിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം ലോകാരൂപിയുണ്ട്, ദുഷ്ടാരൂപിയുണ്ട്. എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിച്ചറിയുവിൻ. അപ്പൊ നമ്മുടെ ഈ ഊരാക്കുടുക്കുകളും കെട്ടുകളും ബാധകളും ഇരുട്ടും എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോറാനായിട്ട് വളരെ പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും ജ്ഞാനവും കൊണ്ട് ഏതാത്മാവിനാലാണ് നാം നയിക്കപ്പെടുന്നതെന്ന് വിവേചിച്ചറിയാനായിട്ട് നാം പരിശ്രമിക്കണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ലോകാരൂപിയുടെ ലക്ഷണങ്ങൾ ഇപ്പം നമുക്ക് തന്നെ ധ്യാനിക്കാം. ഏതാത്മാവിലാണ് ഞാൻ നയിക്കപ്പെടുന്നത്? ലോകാരൂപിയിലാണോ? ലോകാരൂപിയിലാണെങ്കിൽ എൻ്റെ മനോഭാവം എന്താ? സുഖിക്കുക, പൊങ്ങച്ചം പറയുക, അഹങ്കാരം കാണിക്കുക, നുണ പറയുക, മ്ലേച്ഛമായ TV ചാനലുകൾ, ഇൻ്റർനെറ്റുകളുടെ അടിമത്തം, സാത്താൻ സേവ, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, അന്ധവിശ്വാസങ്ങൾ, നിരാശ, കുറ്റബോധം, ആത്മഹത്യ പ്രവണത. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നാം നയിക്കപ്പെടുന്നത് ലോകാരൂപിയിലാണ്. ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത്. ഇനി ദുഷ്ടാരൂപിയിലാണോ എന്ന് പറഞ്ഞാൽ പൈശാചിക അരൂപിയാലാണോ നാം നയിക്കപ്പെടുന്നത്? പൈശാചിക അരൂപിയിൽ നയിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്ന്, യേശുവിനെ ഏറ്റുപറയാൻ സമ്മതിക്കില്ല. അവരാണ് ഈ വിമർശിക്കുന്നവർ.
അവരാണ് സഭയെ തകർക്കാൻ നോക്കുന്നവര്, അവരാണ് പൗരോഹിത്യത്തെ തകർക്കാൻ നോക്കുന്നവര്, അവരാണ് സഭയെ നശിപ്പിക്കാൻ നോക്കുന്നവര്. കാരണം യേശുവിനെ ഏറ്റുപറയാൻ അവർ സമ്മതിക്കില്ല. നുണകളുടെ ആത്മാക്കളായിരിക്കും അവരെ നയിക്കുന്നത്. നുണകളുടെ ആത്മാക്കളാണ് അവർ നയിക്കപ്പെടുന്നത്. പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന പാപത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദുഷ്ടാരൂപിയിലാണ് നാം നയിക്കപ്പെടുന്നത്. മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമുള്ള പ്രവണതകളുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദുഷ്ടാരൂപിയിലാണ് നയിക്കപ്പെടുന്നത്. ഭീരുത്വം, വെറുപ്പ്, പക, ആത്മവിശ്വാസമില്ലായ്മ, ഇവയെല്ലാം ഇങ്ങനെ ദുഷ്ടാരൂപിയുടെ ലക്ഷണങ്ങളാണ്. ജീവൻ നശിപ്പിക്കുന്ന കൊലപാതക പ്രവണതകൾ, അത് അബോർഷൻ, ഇതെല്ലാം ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? യേശുവിനെ എൻ്റെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും മിശിഹായുമായി ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ വചനമനുസരിച്ച് ജീവിക്കുന്നു, ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ആ ഭവനങ്ങളിൽ, ആ കുടുംബങ്ങളിൽ ഒരു ദുഷ്ടാരൂപിയും പ്രബലപ്പെടില്ല. കാരണം വചനമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, ദൈവകൽപ്പനകൾ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭവനത്തിൽ ഒരു പൈശാചിക ശക്തിയും എൻ്റെ ശരീരത്തിൽ ഒരു തഴക്കദോഷവും പ്രബലപ്പെടില്ല. മറ്റുള്ളവരെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച് അപവാദം പറയുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും കുറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കാനും, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കാൻ, വ്യവസ്ഥകളില്ലാതെ തോറ്റുകൊടുക്കാൻ നിങ്ങൾക്ക് കൃപ നൽകുമ്പോൾ, അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ദൈവാത്മാവിലാണ് നയിക്കപ്പെടുന്നത്. ദൈവാത്മാവുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടും. അൺകണ്ടീഷണൽ, വ്യവസ്ഥകളില്ലാതെ മറ്റുള്ളവരോട് തോറ്റുകൊടുക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ദുഷിച്ച പ്രവൃത്തികളിൽ നിന്നും ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കും. കാരണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ തെളിവുകളാണ്. സദ്ഗുണങ്ങൾ നിങ്ങളിലുണ്ടാകും. നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കഴിവ് ലഭിക്കും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം, ആത്മാവിനാൽ നയിക്കപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയണം. അപ്പോൾ ഒരു ദുഷ്ടാരൂപിയും ഒരു ലോകാരൂപിയും ഒരു സ്വാർത്ഥതയും ഒരു തിന്മയുടെ ശക്തിയും നമ്മുടെ ഭവനങ്ങളിൽ പ്രബലപ്പെടില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവ് നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള അരമണിക്കൂർ അത്ഭുതങ്ങളുടെ നിമിഷമാണ്. നമ്മുടെ സന്നിധിയിലേക്ക് കർത്താവായ ഈശോ എഴുന്നള്ളി വരാൻ പോകുകയാണ്. ഈശോ എഴുന്നള്ളി വന്ന് നമ്മളെ തൊടാൻ പോകുകയാണ്, നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ പോകുകയാണ്. എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളുടെ മേൽ എഴുന്നള്ളി വരാൻ പോകുകയാണ്. അപ്പോൾ നിന്നെ ബാധിച്ചിരിക്കുന്ന എന്ത് വിഷമമാണെങ്കിലും നീ സമർപ്പിച്ചു കൊള്ളുക. കടബാധ്യതകളാകട്ടെ, രോഗപീഠകളാകട്ടെ, തകർച്ചകളാകട്ടെ, കല്യാണ തടസ്സങ്ങളാകട്ടെ, മാരക രോഗങ്ങളാകട്ടെ, ഭയമാകട്ടെ, നിരാശയാകട്ടെ, മാനസിക രോഗങ്ങളാകട്ടെ, കൃഷിയിലുള്ള ബന്ധനങ്ങളാകട്ടെ, കച്ചവട തടസ്സങ്ങളാകട്ടെ, സ്ഥലക്കച്ചവടത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങളാകട്ടെ, എന്തു തന്നെയാണ്, ശത്രുദോഷങ്ങളാകട്ടെ, എന്തു തന്നെയാണെങ്കിലും കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിലെല്ലാം ലഭിക്കുകയും നമ്മൾ ബലം പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് സാധിക്കുന്നവരൊക്കെ ഭവനങ്ങളിൽ മുട്ടുകുത്തി നിന്ന് നമുക്ക് ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് നാം സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളി വരാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാന ഉപയോഗിച്ച് നമ്മൾ അടുത്ത ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരൊക്കെ ഭവനങ്ങളിൽ ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് ഈശോയെ നമ്മുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. അബ്രഹാമിൻ നാഥനാരാധന,
യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവാണ് എൻ്റെ മുമ്പിൽ എഴുന്നള്ളി വരുവാൻ പോകുന്നതെന്ന് അകക്കണ്ണിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കർത്താവ് സത്യമായി ഇന്ന് പ്രവർത്തിക്കും. അവിടുന്ന് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. ഈ നിമിഷം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കാം, ആത്മാവിലായിരിക്കാം, പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കാം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കട്ടെ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന. ആരാധന 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 ആരാധന. എല്ലാ മക്കളും ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയെ ആരാധിച്ചുകൊണ്ട്, ആരാധന കരങ്ങൾ വീശിക്കൊണ്ട്, ആരാധന 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 ആരാധന. എല്ലാ ഭവനങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ, ലോകത്തെ മുഴുവൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന ആരാധന ആരാധന. മക്കളെ എല്ലാവരും ആരാധിച്ച് സ്തുതിച്ച കർത്താവിനെ, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ എല്ലാവരും ആരാധിച്ച മക്കളെ, ലോകം മുഴുവൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിന് മേലുള്ള കുടുക്കുകളും കെട്ടുകളൊക്കെ അഴിയപ്പെടാൻ വേണ്ടി, എല്ലാ ഊരാക്കുടുക്കൾ അഴിയുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച കർത്താവിനെ എല്ലാവരും കരങ്ങൾ നീട്ടി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോയെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ 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 എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശുവേ 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 യേശുവേ. എല്ലാവരും കർത്താവിൻ്റെ മുൻപിൽ ഈശോയെ നോക്കി, ഈ ഷെക്കന മിനിസ്ട്രിയിലൂടെ പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുക. എല്ലാ പരിശുദ്ധ കുർബാന എഴുന്നള്ളി വന്നിരിക്കുക മക്കളെ. അത്ഭുതം നടക്കാൻ പോകുക, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കാൻ പോകുക, ഭവനങ്ങളിലെ തിന്മകൾ ബഹിഷ്കരിക്കാൻ പോകുക. കർത്താവിന് അതിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പരിശുദ്ധ കുർബാനയെ നമുക്കിപ്പോൾ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും പാടി ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടിക്കേ മക്കൾ, എല്ലാവരും പാടിക്കേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഈശോയിലേക്ക് നോക്കിക്കേ. എല്ലാവരും ഈശോയിലേക്ക് നോക്കി അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയില് ഈ ഷെക്കേന ടെലിവിഷൻ ചാനലിലൂടെ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, അവിടുന്ന് ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നതിന് വേണ്ടിയാണ്. എന്റെ കർത്താവേ, ഞങ്ങളെല്ലാവരും അങ്ങയെ ആരാധിക്കുന്നു. എന്റെ കുടുംബത്തോട് ചേർന്ന്, എന്റെ രോഗങ്ങളോട് ചേർന്ന്, എന്റെ സങ്കടങ്ങളോട് ചേർന്ന് എന്റെ ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈശോയെ, അവിടുന്ന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരുന്ന് ഞങ്ങളുടെ മേൽ കരങ്ങൾ ഉയർത്തി, ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ അവിടുന്ന് കരങ്ങൾ ഉയർത്തണമേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്ന് നിറയുകയോ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബാധകള്, സങ്കടങ്ങള്, മാരക രോഗങ്ങള് ഈശോയെ അപ്പോൾ തന്നെ വിട്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുന്ന് സത്യമായിട്ടും ഈ അപ്പത്തിന്റെ രൂപത്തില് എഴുന്നള്ളി വന്ന് ലോകത്തെ മുഴുവൻ ഇപ്പോൾ അനുഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ ആത്മഹത്യ ചെയ്യണ്ട. ഞാനൊക്കെ ഒരുപാട് തവണ പറഞ്ഞു, മോനെ നീ ആത്മഹത്യ ചെയ്യണ്ട. കാരണം അവൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയാൻ കാരണം അവൻ പണിയെടുത്ത് ഉയർത്തിയതാണ് അവൻ്റെ ഭവനം. പക്ഷെ അത് ഭാര്യയുടെ പിതാവ് നൽകിയ പറമ്പിലാണ് അവൻ വീട് വെച്ചത്. അപ്പം അതുകൊണ്ട് ഒരു ദിവസം അവരെന്തോ ഒരു കലഹം വന്നു. അങ്ങനെ കലഹം വന്നപ്പോഴും ഒരു ദിവസം വൈകുന്നേരം ഭാര്യയുടെ അപ്പനും ആങ്ങളമാരൊക്കെ കൂടി ഇവനെ അവിടെ നിന്ന് പിടിച്ച് അടിച്ചോടിച്ചു. ചോരി ചുമട്ട തൊഴിലാളിയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കഷ്ടപ്പെട്ട് പണിത എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ ആട്ടി ഓടിച്ചച്ചാ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം അച്ഛാ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ കരയല്ലടാ, നീ വിഷമിക്കല്ലേടാ, നീ സങ്കടപ്പെടല്ലേടാ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ വാക്കുകളൊന്നും അവനെ ആശ്വസിപ്പിച്ചില്ല. എൻ്റെ വാക്കുകൾക്കൊന്നും അവന് ധൈര്യം കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, വര്. നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അവനെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ആ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നീ ഒന്നും പറയണമെന്ന് പോലുമില്ല. നീ ആ ഈശോയെ നോക്കിയിരുന്നാൽ മതി. നിന്നെ കർത്താവ് ആശ്വസിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നപ്പോൾ അത്രയും നേരം മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തല തല്ലി കരഞ്ഞുകൊണ്ടിരുന്ന യുവാവിനെ ഞാൻ നോക്കുമ്പോൾ
അവൻ്റെ മേൽ വലിയൊരു അഭിഷേകം കാണുകയാണ്. ഞാൻ അവനോട് പലതവണ പറഞ്ഞു, മോനെ കരയല്ലേ കരയല്ലേ കരയല്ലേ. പക്ഷെ അവൻ കരച്ചിൽ നിർത്തിയില്ല. നമുക്കറിയാം, നായീമിലെ വിധവയുടെ ഏക മകൻ മരിച്ചു. അങ്ങനെ ആ ശവമഞ്ചം പോകുമ്പോൾ അവൾ അലമുറയിട്ട് കരയുകയാണ്. കാരണം അവളുടെ ഏക മകൻ മരിച്ചിരിക്കുക. അവിടെ വന്നവരെല്ലാം പറഞ്ഞു, സ്ത്രീയെ, സഹോദരി കരയല്ലേ, പ്ലീസ് ഡോണ്ട് ക്രൈ. എന്നാൽ അവൾ കരച്ചിൽ നിർത്തിയില്ല. എന്നാൽ ഈശോ അവളോട് പറഞ്ഞു, കരയരുത്, ഡോണ്ട് ക്രൈ. അവളുടെ കരച്ചിൽ നിന്നു. കാരണം അവളുടെ ഏക മകൻ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന ആ മകനോട് അച്ഛൻ പലതവണ പറഞ്ഞായിരുന്നു കരയരുത്. അവൻ കരച്ചു നിർത്തിയില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയൊരു അഭിഷേകം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആ മകൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ പിന്നീട് ചെന്ന് നോക്കുമ്പോൾ അവൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അവൻ ആശ്വാസം കണ്ടെത്തിയിരിക്കുകയാണ്. മനുഷ്യന് കൊടുക്കാൻ പറ്റാത്ത ആശ്വാസം പരിശുദ്ധ കുർബാന കൊടുത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, കാരണം ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ്, പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും 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 എഴുന്നള്ളിയിരിക്കുകയാണ്. വലതുകര ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് ഒരൊറ്റ വിളി വിളിച്ച്, എൻ്റെ ഈശോയേ, എൻ്റെ ഈശോയേ, വിളിച്ചോ 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 മക്കളെ, വിളിച്ചോ. എൻ്റെ ഈശോയേ, അത്ഭുതം നടക്കാനായിട്ട് വിളിച്ചോ. എൻ്റെ ഈശോയേ, വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ ഈശോയേ, വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ ഈശോയേ, നിന്നെ ബലപ്പെടുത്താനായിട്ട് വിളിച്ചോ. ഈശോയേ, നീ ശക്തി പ്രാപിക്കാൻ വേണ്ടി വിളിച്ചോ. ഈശോയേ, നിന്റെ കുടുംബത്തിന്റെ മേലുള്ള ബാധകൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി വിളിച്ചോ. നിന്റെ കുടുംബത്തിന്റെ മേലുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ചോ. നിന്റെ മേലുള്ള പീഡകൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ചോ. ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ചോ. ശാപത്തിന്റെ കെട്ടുകൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ചോ. പാപബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി വിളിച്ചോ. മാരക രോഗങ്ങൾ നിന്നെ തൊടാതിരിക്കാൻ വേണ്ടി വിളിച്ചോ. ആമേൻ. ആമേൻ. പറഞ്ഞേ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 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 ഇന്ന് രാവിലെ മുതൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കടബാധ്യതകളുള്ള മക്കളെയാണ് അച്ഛന് കാണിച്ചു തരുന്നത്. ലക്ഷങ്ങള്, കോടികള് കടബാധ്യതകളുള്ള മക്കള്, ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന മക്കള്, അവരെല്ലാം ആരെങ്കിലും കടബാധ്യതകൾ വിട്ടുമാറാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പുണ്ടെങ്കിൽ അവരെല്ലാം കണ്ണുകൾ അടക്കുമ്പോൾ ഇപ്പോൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ നമ്മുടെ തൊട്ട് മുൻപിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൾക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ആ പരിശുദ്ധ കുർബാനയെ കാണുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അരൂപി നിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് അനുഭവിക്കട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, കടബാധ്യതകളുടെ മേൽ യേശു തൻ്റെ ആത്മാവിനെ അയക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ വിളി വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 അങ്ങയുടെ ശക്തി കൊണ്ട് കടബാധ്യതകളുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് കടബാധ്യതകള് 30, 40, 60, 70, 80 കോടികളുടെ കടബാധ്യതകളുള്ള മക്കളുടെ മേലുള്ള ആ കെട്ടുകൾ ഇപ്പോൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ കെട്ടുകളുടെ ആ തിന്മകളെ ഇപ്പോൾ ശാസിക്കുന്നു, അവയെ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ ഊരാക്കുടുക്കൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോകട്ടെ. ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോഴ് അച്ഛനൊരു അഭിഷേകം കിട്ടുന്നത്
കല്യാണ തടസ്സങ്ങളുള്ള മക്കൾ, യുവജനങ്ങൾ, അതുപോലെ ജോലിയില്ലാത്ത യുവജനങ്ങൾ, അവർ നല്ല ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാത്ത യുവജനങ്ങൾ, അവരെല്ലാവരും സമർപ്പിച്ച് അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, അവരുടെ മേലുള്ള തടസ്സങ്ങളുടെ ബന്ധനങ്ങൾ, അവരുടെ മേലുള്ള അസൂയയുടെ ബന്ധനങ്ങൾ, അവരുടെ മേലുള്ള കണ്ണുവയ്ക്കലിൻ്റെ ബന്ധനങ്ങൾ, അവയെല്ലാം കർത്താവ് ഈശോ എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ എല്ലാ യുവജനങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ ഒന്ന് മുട്ടുകുത്തി നിന്ന്, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒന്ന് മുട്ടുകുത്തി നിന്ന് കല്യാണ തടസ്സങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പറഞ്ഞേ ആമേൻ. ആമേൻ. നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. ആമേൻ. യേശുനാമത്തിന്റെ ശക്തിയാൽ കല്യാണ തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. ആമേൻ. യേശുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കല്യാണ തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. ആമേൻ. കുടുംബത്തിന്റെ മേലുള്ള ആ ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോകട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ തൊഴിൽ തടസ്സങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തൊഴിൽ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ ബഹിഷ്കരിക്കപ്പെടട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ തൊഴിൽ തടസ്സങ്ങൾ ശാസിക്കപ്പെടട്ടെ. ആമേൻ. അപേക്ഷകൾ കൊടുത്തിട്ടും തൊഴിൽ കിട്ടാതെ വേദനിക്കുന്ന മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു പോകട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 മക്കളുടെ PSC ജോലിയുടെ തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവ് എടുത്തു മാറ്റുന്ന വലിയൊരു അഭിഷേകം ലഭിക്കുന്നു. ആമേൻ. ഒരൊറ്റ വിളി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊഴിൽ തടസ്സങ്ങള്, കല്യാണ തടസ്സങ്ങള്, പഠന തടസ്സങ്ങള് യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ തന്നെ ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോര യേശുവേ, thank you Lord Jesus. കഴുകേണം എന്നെ ഇന്ന് പൊന്നു കർത്താവേ. യേശുവേ, എൻ്റെ യേശുവേ. കരുണ തോന്നണേ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചോ, എന്നിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ. അലിവു തോന്നണേ. ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. പാപിയാണു ഞാൻ. എല്ലാ യുവജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. നാഥാ, പാപിയാണു എല്ലാ ഞാൻ. മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. കരുണ തോന്നണേ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ. എന്നിൽ ഹല്ലേലൂയ, അലിവു ഹല്ലേലൂയ, തോന്നണേ. യേശുവേ, യേശുവേ, യേശുവേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ പറമ്പുകള്, നമ്മുടെ പറമ്പുകളുടെ മേലുള്ള കെട്ടുകള്, നമ്മൾ കൃഷി ചെയ്തിട്ട് ഫലം തരാത്ത പറമ്പുകളുണ്ട്. സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും പല വിധത്തിലുള്ള ദോഷങ്ങൾ, ഭവനം പണിതിട്ട് അവിടെ ഒന്ന് പലരും പറയാറുണ്ട്, അച്ഛാ അവിടെ ഒന്ന് താമസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ദോഷങ്ങൾ ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പറഞ്ഞേ ആമേൻ. ആമേൻ. നമ്മുടെ പറമ്പിന്റെ മേലുള്ള ദോഷങ്ങൾ ബഹിഷ്കരിക്കാൻ, ആമേൻ. ആ പറമ്പിന്റെ മേലുള്ള കെട്ടുകൾ ഇപ്പോൾ അഴിയപ്പെടാൻ, ആമേൻ. നമ്മുടെ പറമ്പിലേക്ക്, നമ്മുടെ വീടിരിക്കുന്ന പറമ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ, ആമേൻ. നമ്മുടെ പറമ്പിന്റെ മേലുള്ള എല്ലാ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. സർപ്പദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. കൂടോത്ര ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. മന്ത്രവാദ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. പൂർവിക പാപങ്ങളുടെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. സകലവിധ തിന്മകൾ വിട്ടുമാറട്ടെ. ആമേൻ. കൊലപാതക ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. ആത്മഹത്യ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. വിഗ്രഹാരാധനയുടെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. അന്യദേവ പൂജകളുടെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. പൈശാചിക ശക്തികളുടെ ദോഷങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. എല്ലാവിധ തിന്മകൾ വിട്ടുമാറട്ടെ. ആമേൻ. എല്ലാ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അച്ഛനോടൊപ്പം പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, എന്റെ വീട്, എന്റെ വീടിരിക്കുന്ന പറമ്പ്, വീടിരിക്കുന്ന പറമ്പ്, അതിന്റെ 4 അതിരുകള്, എന്റെ 4 അതിരുകൾ, 16 കോണുകള്, 16 കോണുകൾ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയൊരു ശക്തി വലിയൊരു
ശക്തി, ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ എന്റെ കൃഷിസ്ഥലത്തേക്ക്, എന്റെ തൊഴിൽ മേഖലയിലേക്ക്, എന്റെ വീടിരിക്കുന്ന പറമ്പിലേക്ക് ഇപ്പോൾ തന്നെ പുത്തൻ അഭിഷേകമായി, പുതിയൊരു അഭിഷേകമായി ഇറങ്ങി വരട്ടെ. ഒരൊറ്റ വിളി വിളിച്ച പരിശുദ്ധാത്മാവേ, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഇപ്പോൾ തന്നെ പറമ്പിന്റെ മേലുള്ള കെട്ടുകൾ in the name of Jesus I rebuke, I command every spirit of evil to depart from this place. യേശു നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പറമ്പിന്റെ മേലുള്ള ബന്ധനങ്ങൾ ഇപ്പോൾ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഈശോ ഒരു വലിയ അഭിഷേകം തരണത് കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കാൻ ഈശോ വലിയ ഒരു പ്രേരണ നൽകിയാണ്. ഇപ്പോൾ കൈക്കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന് നമ്മുടെ കുഞ്ഞുങ്ങൾ 1, 2, 3, 4, 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ മേലുള്ള ശൈശവ സംബന്ധമായ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ, ചെവി വേദനകൾ, കണ്ണുവേദനകൾ, ആസ്മ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിയാനായിട്ട് 2 കരങ്ങൾ ഉയർത്തി, അല്ലെങ്കിൽ അടുത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെക്കൊന്ന് തൊട്ട്, അവരെ തലയിലേക്കൊന്ന് കൈയൊക്കെ വെച്ച് അവർക്ക് വേണ്ടി എല്ലാവരും ഈ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ, ശൈശവ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ഉറക്കത്തിലെ ഞെട്ടല്, ദുസ്വപ്നങ്ങളെല്ലാം വിട്ടുമാറട്ടെ. യേശുവേ, കുഞ്ഞുങ്ങളുടെ മേലുള്ള ശൈശവ സംബന്ധമായ രോഗങ്ങളെല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുഞ്ഞുങ്ങളുടെ മേലുള്ള ആസ്മ, ചൊറിച്ചില്, അലർജി രോഗങ്ങള്, ശ്വാസം മുട്ടലുകള്, എല്ലാ രോഗങ്ങള്, ഉറക്കത്തിലെ ഞെട്ടല്, വിട്ടുമാറാത്ത കരച്ചിലുകളെല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ആ രോഗപീഠകളെല്ലാം ഇപ്പോൾ തന്നെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കുഞ്ഞുങ്ങളുടെ മേലുള്ള രോഗപീഠകൾ വിട്ടുമാറട്ടെ, ചെവിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, കണ്ണിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, ഹൃദയത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, കിഡ്നിയുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 500ഓളം കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. ഒരു 4 വരി ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. എന്റെ ഈശോയെ എന്ന് വിളിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. എന്റെ ഈശോയെ, എന്റെ പൊന്നു തമ്പുരാനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. എനിക്കായി കരുതുന്നവൻ, എൻ്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കൈവിടാത്തവൻ, സ്നേഹത്തോടെ ഈശോയെ നോക്കിക്കൊണ്ട് യേശുവൻ കൂടെയുണ്ട്. നല്ല അഭിഷേകത്തോടെ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിഞ്ഞിടുന്നു. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കാണെന്നറിഞ്ഞിടുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഭവനങ്ങളിലുള്ള നിരന്തരമായ കലഹങ്ങളെ കർത്താവ് ബഹിഷ്കരിക്കുന്നവൻ, കുടുംബ തകർച്ച, ദാമ്പത്യ തകർച്ച നേരിടുന്ന വ്യക്തികളാ ആ തകർച്ചകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചു അവിടുന്ന് ആ തകർച്ചകളെ ബഹിഷ്കരിക്കട്ടെ. യേശുവേ,
എല്ലാവരും ചേർന്ന് യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഈശോയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തിന്മകളെല്ലാം ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ ഓരോ മേഖല പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിട്ടുമാറാത്ത തലവേദനകൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശാപക്കെട്ടുകൾ ഇപ്പോൾ ഒഴിഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തലമുറകളുടെ പഴക്കമുള്ള ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കടബാധ്യതകൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തഴക്കദോഷങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിശ്വസ്തത വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുടുംബ തകർച്ചകൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിരാശ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആന്തരിക മുറിവുകൾ ഉണങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആന്തരിക മുറിവുകൾ ഉണങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മദ്യപാനത്തിന്റെ ആസക്തികൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഊരാക്കുടുക്കൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സർപ്പദോഷങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സർപ്പദോഷങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കൂടോത്ര മന്ത്രവാദങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആഭിചാരങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പക വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിരാശ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഹങ്കാരം വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്വാർത്ഥത വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ഊരാക്കുടുക്കുകള്, എല്ലാ കെട്ടുകള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നിത്യദൈവമേ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി കത്തിപ്പടരേണമിവിടെ ഓരോ കുടുംബങ്ങളിലേക്ക്, ഓരോ വ്യക്തിയിലേക്ക്. സത്യരൂപിയാ നിത്യദൈവമേ, പരിശുദ്ധാത്മാവേ, ഓരോ ഭവനങ്ങളിൽ കത്തിപ്പടരട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈ കൺവെൻഷന്റെ 2ാം ദിവസത്തിന്റെ സമാപന നിമിഷങ്ങളിലേക്ക് ഈശോനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സകലവിധ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ. Bless the name of Jesus. Bless the name of Jesus. Bless the name of Jesus. നമുക്ക് ഒരിക്കൽ കൂടെ ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് കടന്നു വരുന്നു, കർത്താവിന്റെ കൃപകൾ കടന്നു വരുന്നു. യേശുവേ, കരുണ തോന്നണമേ. ഈശോയെ, കരുണ തോന്നണമേ. കൃപ ചൊരിയണമേ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ തമ്പുരാനെ, അവിടുത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കരുണ കാണിക്കണ കർത്താവേ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയെ മഹത്വം. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നാളെ 3ാം ദിവസത്തെ കൺവെൻഷന് വേണ്ടി ഈ ഷെക്കേന മിനിസ്ട്രി നടക്കുന്ന ഈ ധ്യാനത്തെ, ഈ കൺവെൻഷനെ കുറിച്ച് സാധിക്കുന്ന എല്ലാവരെയും വിളിച്ചു പറയുക. ദൂരെയുള്ള വിദേശങ്ങളിലുള്ളവരെല്ലാവരും വിളിച്ചു പറയുക. അവർക്കെല്ലാം യൂട്യൂബിലൂടെയൊക്കെ ഇത് കാണാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കട്ടെ. ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ. ആമേൻ.